നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തൈറോയിഡ് രോഗമുള്ളവർ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിനെ പറ്റിയാണ്. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഒന്ന് T3, ഒന്ന് T4, ഒന്ന് TSH. അപ്പോൾ T3, T4 വരുന്നത് തൈറോയിഡിൽ നിന്നാണ്. അതാണ് തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇവ രണ്ടിനെയും നിയന്ത്രിക്കാനായിട്ട് ബ്രെയിൻ പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് TSH. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൂടുമ്പോൾ TSH കുറഞ്ഞാണ് ഇരിക്കുന്നത്, തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ TSH കൂടിയാണ് ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ T3, T4, TSH. ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ 7-നും 10-നും ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 11 മണിക്ക് മുമ്പായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ഫങ്ഷനാലിറ്റി അഥവാ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ TSH നോർമലാണെന്ന് വെച്ചാൽ തൈറോയിഡിന് ഒരു രോഗവുമില്ല, അങ്ങനെയില്ല. തൈറോയിഡിൻ്റെ ഫങ്ഷൻ മാത്രം അറിയുന്ന ടെസ്റ്റാണ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ അടുത്ത ടെസ്റ്റുകളാണ് തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ. അപ്പോൾ പലതരം തൈറോയിഡ് ആൻറ്റിബോഡീസ് ഉണ്ട്. TPO ഉണ്ട്, ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ഉണ്ട്. ഇത് രണ്ടും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. തൈറോയിഡ് ഹോർമോൺ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആൻറ്റിബോഡി TSH റിസപ്റ്റർ ആൻറ്റിബോഡിയാണ്. അപ്പോൾ എന്താണ് TPO? നമ്മളുടെ തൈറോയിഡ് ഹോർമോൺ സിന്തസിസിൽ പല സ്റ്റെപ്സ് ഉണ്ട് തൈറോയിഡിൽ. അപ്പോൾ അതിന് ഒരു സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് TPO എന്ന് പറയുന്നത്. അപ്പോൾ ഈ TPOന് എതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡിയാണ് TPO. അപ്പോൾ TPO എന്നുള്ള ആൻറ്റിബോഡി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ TPO എൻസൈമിന് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. തന്മൂലം തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ അങ്ങനെയാണ് TPO ആൻറ്റിബോഡി ഉള്ളവർക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് അവർ ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയിഡ് ഹോർമോൺ കുറവ് എന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞവർക്ക് അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് TPO, ആൻറ്റി തൈറോഗ്ലോബുലിൻ എന്നീ ആൻറ്റിബോഡികൾ. ഇനി തൈറോയിഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയാണ് TSH റിസപ്റ്റർ ആൻറ്റിബോഡി. ആ ആൻറ്റിബോഡി ചെന്നിട്ട് നമ്മൾ തൈറോയിഡിനെ കൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ടെസ്റ്റും ചെയ്യുന്നതിന് ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡോക്ടർ പറയും പോലെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോർമോൺ സംബന്ധമായ അസുഖങ്ങളുടെ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി തൈറോയിഡിന് മുഴകളുടെ ടെസ്റ്റാണ്. അതായത് നമ്മൾ തൈറോയിഡിന് തൊട്ടൊക്കെ നോക്കുമ്പോൾ മുഴകൾ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറയുന്നതാണ് അൾട്രാസൗണ്ട് തൈറോയിഡ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഈ മുഴകളുടെ സൈസും അതിൻ്റെ ക്യാരക്ടറും അതിനെന്തെങ്കിലും മാലിഗ്നൻ പൊട്ടൻഷ്യൽ, അതായത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് അതിന് വേണ്ടിയിട്ട് വളരെ സെൻസിറ്റീവാണ്. ഇനി നമ്മളുടെ മുഴ കഴുത്തിൻ്റെ താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പം നിങ്ങളുടെ കഴുത്തിൻ്റെ CT ചെയ്യാൻ പറയും. അതെന്തോരം തൈറോയ്ഡ് മുഴ താഴേക്ക് ഇറങ്ങി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ടൊക്കെ ചെയ്തു. ഈ മുഴകൾക്ക് എന്തെങ്കിലും ക്യാൻസറസ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യാൻ പറയുന്ന ടെസ്റ്റാണ് FNAC അഥവാ കുത്തിപ്പരിശോധന. അപ്പോൾ എല്ലാ മുഴകളും നമ്മൾ കുത്തിപ്പരിശോധിക്കില്ല. ക്യാൻസറസിന് പൊട്ടൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും മുഴകൾ നമ്മുടെ കഴുത്തിലുണ്ടെങ്കിലേ ഡോക്ടർ FNAC കുറിക്കാറുള്ളൂ. അപ്പോൾ അതാണ് FNAC അഥവാ കുത്തിപ്പരിശോധന. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മറ്റൊരു ടെസ്റ്റും കൂടിയുണ്ട്. റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റാണ്. അത് സാധാരണ ചെയ്യുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയവരിലാണ്. അത് നമ്മൾക്ക് അറിയാം അയഡിൻ ഉപയോഗിച്ചാണ് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. അപ്പം റേഡിയോ ആക്റ്റീവ് അയഡിൻ നമ്മളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. അപ്പം നമ്മളുടെ തൈറോയിഡ് എന്തോരം റേഡിയോ ആക്റ്റീവ് അയഡിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നളക്കാനുള്ള ടെസ്റ്റാണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ ടെസ്റ്റ്. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയവർക്കാണ് നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് എന്തുകൊണ്ട് കൂടി എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടിയവർക്കും മാത്രമല്ല തൈറോയ്ഡ് ക്യാൻസറൊക്കെ വന്നിട്ട് റെസിജ്വൽ, അതായത് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളുള്ളവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ.